അപ്പൊ അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അത് ആരെങ്കിലും ഒരാളൊന്നൊരു ഓവർവ്യൂ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കൂടിയും ആ സാധന ഭക്തിയെ കുറിച്ചിട്ടും. ഹരേ പ്രഭു പ്രഭു പറഞ്ഞ് അഖില രസാമൃത സിന്ധു സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. പിന്നെ ഈ ഒരു നാടകത്തില് ഇവിടെ ശാന്തം, ദാസ്യം, സാഖ്യം, മാധുര്യം, വാത്സല്യരസം എന്നിങ്ങനെയുള്ള വിവിധ ഭാവങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു. പിന്നെ ആത്മീയ തലങ്ങളിൽ മനുഷ്യൻ എത്താത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവന്റെ അജ്ഞത കാരണമാണ്. അതായത് നമ്മളുടെ ഡിസയർ, ആഗ്രഹങ്ങൾ, അതാണ് നമ്മളെ ഒരു പ്രവൃത്തിയിലും കൊണ്ട് എത്തിക്കാത്തത്. ഇത് നമ്മളുടെ കർമ്മഫലങ്ങൾ കൂട്ടുന്നതേ ഉള്ളൂ. ആഗ്രഹങ്ങള് നമ്മളെ കർമ്മഫലങ്ങൾ കൂട്ടുന്നതേ ഉള്ളൂ. അത് ഒരു തരം അവിദ്യ പോലെയാണെന്ന് അവിടുന്ന് പറഞ്ഞു. കർമ്മത്തിന്റെ പിന്നെ പ്രധാന ഘടകങ്ങൾ 4 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് പ്രധാനമായിട്ടും കർമ്മം, സകർമ്മം, വികർമ്മം, അകർമ്മം. പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടുന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് കൊണ്ട് മറ്റുള്ള എല്ലാവർക്കും ഒരു ഗുണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത് കറക്റ്റ് തന്നെയാണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു ഡിസ്കഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്കഷനായിട്ട് പോവാന്നാണ്. ഞാൻ മാത്രം സംസാരിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിൽ അത് മനസ്സിലായില്ല, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ കടമയാണ്. ഞാൻ ഇവിടെ വരുന്നതേ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാതെ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആദികർത്ത പ്രഭു. പ്രഭു, നമ്മളൊരു ചെറിയൊരു ക്യൂസ് വയ്ക്കും. അപ്പോ ഇവനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയോ എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ക്യൂസ് ഉണ്ടായിരിക്കും. അപ്പോ ആള് പറയല്ല, അത്രേ ഉള്ളൂ. ആള് പറയുന്ന അല്ല, ക്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഓടിക്കളയും. ചോദ്യം ചോദിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചോദ്യം ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ലെഫ്റ്റ് അടിച്ച് പോകും. അങ്ങനെ ഉണ്ടല്ലേ ഒരു കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഭക്തിയിൽ കുറച്ച് സ്ട്രോങ് ആണെന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു പ്രഭു പറഞ്ഞു. പ്രഭുവിന്റെ പേരെന്താണ്? ഇപ്പൊ നമുക്ക് ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി തന്നല്ലോ. പ്രഭുവിന്റെ പേരെന്താണ്? എന്റെ പേര് ശശികുമാർ. താങ്ക് യു വെരി മച്ച് ശശികുമാർ പ്രഭു. നമ്മുടെ ഭക്തിയില് മുന്നേറ്റം കുറിക്കുന്നതിന്റെ ഒരു മെയിൻ ഘടകമാണ് അത് വീണ്ടും വീണ്ടും സ്മരിക്കുക, സ്മർത്തവ്യം. അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താകുന്നു വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ആവശ്യം, സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങളോട്, നമ്മൾ സാധാരണ സാധനാ ഭക്തരുകളാണ്, സാധനാ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ സാധനാ ഭക്തി ചെയ്യുമ്പോൾ സാധനാ ഭക്തി എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമുക്കതിനോട് ഒരു എന്താണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇതാണ് ഭക്തി. അപ്പൊ നമുക്കത് രുചിച്ച് അറിയാൻ സാധിക്കും. ഇത് പറഞ്ഞതുപോലെ ഭക്തി രസ അമൃത സിന്ധു. ഈ രസം എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡ്രാമയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരു ഡ്രാമയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, സാധാരണ ഡ്രാമയല്ല. സാധാരണ ഡ്രാമയിലും രസമുണ്ടായിരിക്കും. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇത് രസമായിട്ടാണ്. അതേമാതിരി ഒരു
വൈഫ് ആൻഡ് ഹസ്ബൻഡിന്റെ ഒരു രസം, അല്ലെങ്കിൽ കാമുകനും കാമികമാരുടെ ഒരു രസം, അതൊക്കെ ഭൗതികമായിട്ടുള്ള രസമാണ്. പക്ഷെ ഇതെല്ലാം ആത്മീയ രസമായത് കൊണ്ട് നമ്മൾ നുകരെ ആ രസം കൂടിക്കൊണ്ടുവരും എന്നുള്ളൂ. ഇതിന് ഒരിക്കലും സാച്ചുറേഷൻ പോയിന്റ് ഇല്ല. അതായത് ഒരിക്കലും മതി എന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ മതി എന്ന് തോന്നിയിരുന്നുവെങ്കിൽ വൃന്ദാവനത്തിലെ ഗോപികമാര് ഒരിക്കലും ആ രസത്തിൽ വരുമായിരുന്നു. ആ മാധുര്യ രസത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ ഒരു നിമിഷം കാണാതായപ്പോൾ ഈ രസം മതി, എനിക്ക് നിർത്തട്ടെ എന്ന് വെച്ച് നിർത്തി പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ അവർ ചെയ്യുന്നില്ല. അവരെന്താണ് ചെയ്തത്? അവര് ആ രസം, ആ വിരഹവേദന ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും എവിടെ പോയപ്പോൾ, ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും ദ്വാരകയിലേക്ക് പോയപ്പോൾ അവര് വെയിറ്റ് ചെയ്യായിരുന്നേ. അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാൻ എപ്പോ വരും എപ്പോ വരും എന്ന്. അതാണ് നമുക്ക് രഥയാത്രയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ വൃന്ദാവനത്തിൽ നിന്നും ദ്വാരകയിൽ നിന്നും ഭഗവാൻ ഹസ്തിനാപുരിയിലേക്ക് വരുന്നു എന്ന് ഇത് കേട്ടിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? അവരെല്ലാവരും കൂടി ഹസ്തിനാപുരത്തിലേക്ക് വരുന്നു. ന്യൂഡൽഹി, പുതിയ ന്യൂഡൽഹിയിലേക്ക് വരുന്നു. അപ്പൊ അവിടെ നിന്ന് ഗോപികമാര് ഭഗവാനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ രഥത്തെ വലിക്കുന്നു. അപ്പോ ആ വിരഹവേദന, ഭഗവാനെ കണ്ടിടുമ്പോ ആനന്ദം, ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഭക്തിയുടെ വിവിധ തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. ഈ ഭക്തിയുടെ വിവിധ തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചൈതന്യ മഹാപ്രഭു നമുക്കൊരു ശ്ലോകം തന്നിട്ടുണ്ട്. ആനന്ദാംബുതിവർദ്ധനം പ്രതിപതം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഭഗവാന്റെ ഈ സങ്കീർത്തനം, അതായത് ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ തിരുനാമം ചൊല്ലുന്ന മാത്രയില് നമുക്കൊരിക്കലും നമ്മൾ ഈ തിരുനാമം ചൊല്ലുന്ന മാത്രയില് ഒരിക്കലും നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് വരുന്നില്ല, മതി എന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട പ്രഥമൻ, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഒരു ഗ്ലാസ് കഴിക്കും. അപ്പൊ ഭയങ്കര എന്തൂസിയാസത്തോട് കൂടിയിട്ട്, വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് ഞാൻ കുടിക്കും. ഇനി അടുത്തൊരു ഗ്ലാസ് തന്നു കഴിഞ്ഞാൽ ഞാൻ കുടിക്കും. പക്ഷെ ആദ്യമുണ്ടായിരുന്ന സംതൃപ്തി എനിക്ക് ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ഒരു ഗ്ലാസ് തന്നു കഴിഞ്ഞാല് രണ്ടാമത്തെ കുടിച്ച ഗ്ലാസിന്റെ അത്രയും സംതൃപ്തി എനിക്ക് കിട്ടില്ല മൂന്നാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ. അങ്ങനെ മാക്സിമം ഒരു 4-5 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ പറയും മതി എന്ന് പറയും. പക്ഷെ ഭക്തി അങ്ങനെയല്ല. ചെയ്യും തോറും എന്ത് സംഭവിക്കുന്നു? നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാകുന്നു. ഒരു ഭക്തന്റെ കഥ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹം രാമഭക്തനാണ്. ഈ രാമഭക്തൻ എപ്പോഴും രാമ 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 ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം, ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും സദാസമയം. ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം. സദാസമയത്തും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അദ്ദേഹം ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം. ജോലിക്ക് പോകുമ്പോൾ ജയ രാം ശ്രീറാം ജയ ജയ രാം ജയ രാം ശ്രീറാം ജയ ജയ രാം. ഇത് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ബാത്റൂമിൽ പോകുമ്പോൾ
ജയ രാം ശ്രീറാം ജയ ജയ രാം, ജയ രാം ശ്രീറാം ജയ ജയ രാം. ഈ സമയത്ത് ഭഗവത് ഭക്തനായിട്ടുള്ള ഹനുമാൻ എന്ത് ചെയ്യാണ്? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാമന്റെ നാമം കേട്ടിടുമ്പോ തന്നെ ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഭയങ്കരധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം താഴെ വന്നു. അങ്ങനെ താഴെ വന്നു കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഈ ജയറാം ശ്രീറാം ജയ ജയറാം വരുന്നത്? എന്റെ ഭഗവാന്റെ പേരാരാണ് വിളിക്കുന്നത്? അദ്ദേഹത്തെ ഒന്ന് കാണണം, സാഷ്ടാംഗം നമസ്കരിച്ചു പോകണം എന്ന് കരുതിയിട്ട് ഓരോ റൂമിലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹനുമാൻ. അങ്ങനെ ആദ്യത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടുന്നല്ല, അടുത്ത റൂമിൽ പോയി അവിടുന്നല്ല, പിന്നെ അങ്ങനെ എവിടുന്നാണ് നോക്കിയപ്പോൾ ബാത്റൂമിൽ നിന്നാണ് വരുന്നത്. ഈ ഭക്തൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്തൻ വെളിയിൽ വന്നിടുമ്പോ തന്നെ ഹനുമാൻ സ്വാമി ഒരൊറ്റടിയാണ് ഭക്തന്. എന്റെ പ്രഭുവിന്റെ നാമം നീ ബാത്റൂമിൽ വെച്ചെടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പാവം ആ ഭക്തൻ പേടിച്ചു പോയി. അതിനുശേഷം എന്തു ചെയ്തു? അതിനുശേഷം ഹനുമാൻ ശ്രീരാമൻ അയോധ്യയിലേക്ക് പോകുകയാണ്. പോകുന്ന മാത്രയില് അവിടെ പോയിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാന്റെ പാതാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പതുക്കെ അങ്ങനെ, നമുക്കെല്ലാവർക്കും അറിയാം, ഭക്തന്മാര് ഭഗവാനെ കാണുന്നത് ഡയറക്റ്റ് മുഖത്തോട് മുഖം നോക്കിയിട്ടല്ല. ഭഗവത് ഭക്തന്മാര് ഭഗവാനെ കാണുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ആദ്യം ഹനുമാൻ സ്വാമി പാദത്തിലേക്ക് നോക്കി പതുക്കെ 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 അങ്ങനെ മേലോട്ട് വന്നു. അവസാനം ഭഗവാന്റെ മുഖത്ത് നോക്കുമ്പോഴും ഭഗവാന്റെ മുഖം കരിവാളിച്ചു കിടക്കുന്നു. ഉടനെ തന്നെ ഹനുമാൻ ചോദിച്ചു, എന്ത് പറ്റി പ്രഭു? കിടക്കുന്നല്ലോ, എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോ ശ്രീരാമൻ മറുപടി പറഞ്ഞു, അല്ലയോ ഹനുമാൻ, എൻ്റെ ഒരു ഭക്തൻ മർദ്ദിച്ചത്, അതായത് എൻ്റെ ഒരു ഭക്തൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ആ ഭക്തന്റെ പേര് ആദ്യം പറഞ്ഞില്ല, എന്നൊരു ഭക്തൻ അടിച്ചു എന്ന് പറഞ്ഞു. ഹനുമാൻ സ്വാമി വളരെയധികം ക്രൂതനായിട്ട് ചോദിച്ചു, ആരാണ് ആ വ്യക്തി? എനിക്ക് കാണിച്ചു തരും, ഞാൻ ഇപ്പൊ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഹനുമാൻ, മറ്റാരുമല്ല, അങ്ങാണ് എന്ന് പറഞ്ഞു. ഞാനോ? ഞാനങ്ങനെ ചെയ്തിട്ടില്ലല്ലോ സ്വാമി, എന്താണ് അങ്ങ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഹനുമാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. എന്താണ് പറഞ്ഞത്? ശ്രീരാമ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഒരു ഭക്തൻ, അദ്ദേഹത്തിന് നാമരുചി അങ്ങനെ ഏറിയിട്ട്, അതായത് നാമരുചിയിൽ മുഴുകിയിരിക്കുന്ന ആ ഭക്തൻ, അദ്ദേഹത്തിന് ശ്രീരാമനാമം ചൊല്ലുന്നത് നിർത്താൻ പറ്റുന്നില്ല. അത് ബാത്റൂം ആയാലായിട്ട്, ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, എവിടെ ആയിപ്പോഴിഞ്ഞാലും ശ്രീറാം ജയ രാം ജയ ജയ രാം, ശ്രീറാം ജയ രാം ജയ ജയ രാം, രാം ജയ ജയ രാം, ഇങ്ങനെ ഭഗവാൻ എന്റെ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇനി ഈവൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞാല് ഇനി ചൊല്ലുന്ന ഒരു സ്പെഷ്യലാണ് തിരുനാമം ചൊല്ലുന്നത്. അത് ആനന്ദത്തിലാണ് അദ്ദേഹം ഹരേ കൃഷ്ണ ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം എന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. ജയറാം ശ്രീറാം ജയ ജയ രാം, ജയറാം ശ്രീറാം ജയ ജയ രാം, ജയറാം ശ്രീറാം ജയ ജയ രാം. നമുക്ക് ഈ ഒരു ലീല ചൈതന്യ ചരിതാമൃതത്തിലും കാണാൻ സാധിക്കും. ചൈതന്യ ചരിതാമൃതത്തില്
ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുരാരി ഗുപ്ത എന്നാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ കഥ? ഒരു ബാലൻ ചോദിക്കുന്നതല്ലേ എന്തിനാ ബാത്റൂമില് മന്ത്രം ചൊല്ലുന്നതെന്ന്? അതല്ല മുരാരി ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രഭുജി നാവിലിങ്ങനെ പിടിച്ചോണ്ട് നടക്കും. എന്താ അത് എപ്പോഴും നാമം ചോദിച്ചോണ്ടിരിക്കും. എന്റെ നാവിലിങ്ങനെ പിടിക്കത്തില്ലയോ? മഹാപ്രഭുവാ എപ്പോഴും നാമം ചോദിച്ചോണ്ട് നടക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂട്ടത്തിലുള്ളത്. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂട്ടത്തിലാണ്. അദ്ദേഹം രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കും. മറ്റവര് പറയും രാമനാമം ചൊല്ലല്ല, കൃഷ്ണനാമം ചൊല്ലു എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവൻ ശ്രീരാമദേവനാണ്. ചൈതന്യ മഹാപ്രഭുവിനോടും വളരെയധികം സ്നേഹമുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലും. പക്ഷെ ഇഷ്ടദേവൻ ആരാണ്? ശ്രീരാമനാണ്. അങ്ങനെ ആ മുരാരി ഗുപ്തയ്ക്ക് ഭഗവാൻ ശ്രീരാമന്റെ രൂപത്തിൽ ദർശനം കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ രുചി അനുസരിച്ച് ഭഗവാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദർശനം തരുന്നുണ്ട്. അപ്പൊ ഈ നാമരുചി നമ്മളിൽ വരാൻ വേണ്ടിയിട്ട്, ഈ നാമരുചി നമുക്ക് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രാധ്യയനം നടത്തുന്നത്. ശാസ്ത്രാധ്യയനം എന്ന് പറഞ്ഞപ്പോ പഠിക്കാത്തവർക്ക് ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ പറ്റില്ലെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും ഈ നാമജപത്തിന് പണ്ഡിതനോ പാമരനോ അങ്ങനെ ഒന്നുമില്ല. ആ നാമത്തിന്റെ മഹിമ അഗാധമാണ്. നാമമഹിമ, അതായത് നാമത്തെക്കുറിച്ച് ചൊല്ലി 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 നാമം തന്നെ നമ്മളതിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്കെല്ലാം. അതായത് അതുകൊണ്ടാണ് പറയണത് നമ്മളത് നമ്മൾ സാധാരണ ഗുരുദേവന്റെ ഒരു മന്ത്രമുണ്ട് അല്ലേ, നമ്മളെന്താ ചൊല്ലുന്നത്? അതല്ലാതെ ഒരു മന്ത്രം കൂടെ ഉണ്ട്. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ഭൂതലേ ശ്രീമതി ജയപതാക സ്വാമി നിത്യാമിൻ നമ ആചാര്യപദായ. അത് മഹാരാജന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഗുരുനാഥന്റെ. അതല്ലാതെ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നുണ്ട്. അതാണോ ഗുരുജി? അതുമല്ല. ഗുരുദേവ മഹേശ്വര. എന്താണ്? ഓം ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മം. അത് മാത്രമല്ല, അതല്ല മന്ത്രം ശരിക്ക്. അതായത് അതിൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്, മുടന്തനെ ഒരു മല കയറാൻ സഹായിക്കുന്നു, മൂകം കരോതി വാചാലം പങ്കും ലങ്കേതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം ശ്രീഗുരും ദീനധാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമിശ്രം. അതായത് മൂകം കരോതി വാചാലം, മൂകനായിരിക്കുന്ന ഒരു സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയെ സംസാരിപ്പിക്കാൻ വെക്കും. മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിയും. അതായത് മുടന്തനെ മല കയറാൻ സഹായിക്കും. അത് ഗുരുനാഥന്റെ കർത്തവ്യമാണ്, അല്ലെങ്കിൽ അത് ഗുരുനാഥന്റെ സ്പെഷ്യാലിറ്റിയാണ്. അതാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഭക്തി ചെയ്യുമ്പോൾ ബേസിക്സ് സ്ട്രോങ് ആവണം. ഇപ്പൊ നമ്മള് സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലിക്കൊടുക്കാറുണ്ട്, എഞ്ചുവടി ചൊല്ലാറുണ്ട് അല്ലേ? 1x1 1, 1x2 2, 1x3 3. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ബേസിക് ബാലപാഠങ്ങളാണ്. അത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ, ഒന്നാമത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഇപ്പൊ പ്രീ KG നമ്മൾ പഠിച്ചു വരുന്നതാണ്. LKG, പ്രീ KG ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്നു. 2x2 = 4, 2x3 = 6. ഇത് ബേസിക് ആണ്. ഈ ബേസിക് സ്ട്രോങ് ആണെങ്കിൽ ഏത് വലിയ മാത്സ് വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് അതിനെ ലഘൂകരിക്കാൻ സാധിക്കും. അപ്പൊ ഈ ബേസിക്സ് ആണ് നമ്മുടെ ഭക്തിയുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു, നിങ്ങൾ ആരും വരാതിരിക്കരുത്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ ക്യൂസ് വെക്കുന്നൊക്കെ. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ മതി എന്ന് മാത്രമേ, നമ്മൾ ഭഗവാനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്.
ആരും വരാതിരിക്കരുത്. അടുത്ത ക്ലാസ് മുതൽ ഹരിചോദൻ പ്രഭുവിന്റെ ക്ലാസ് ആണെങ്കിൽ പ്രഭു ഞങ്ങളില്ല, ഇനി പ്രഭു ക്വിസ് പറഞ്ഞാലോ ക്വിസ് ചോദിച്ചാലോ എന്നോട് വരാതിരിക്കരുത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഏതുവരെ എത്തിയിരിക്കുന്നു, എവിടെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട്. എന്തിനാണ് സാധാരണ സ്കൂളുകളിലെല്ലാം നമ്മൾ ഈ ഇത് വെക്കുന്നത്? എക്സാമില് ക്ലാസ് ടെസ്റ്റ്. എന്തിനാണ് എക്സാം വെക്കുന്നത്? പഠനം അറിയാം, എവിടെ വരെ എത്തിയെന്ന് അറിയാൻ എവിടെ ആ വരെ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? ചില കുട്ടികള് വളരെ കുറച്ച് മാർക്ക് മേടിക്കും, ചിലർ പാസ്സാവാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പരിശ്രമിക്കണം. അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിശ്രമിക്കണം. ഈ ഒരു ചിന്ത മാത്രമേ ആ ടീച്ചർമാർക്കുള്ളൂ. അവർക്ക് വേറെ ഒന്നിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്തയില്ല. അപ്പൊ നമ്മള് ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദികർത്ത പ്രഭു ഞാൻ ക്യൂസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അവസാനം പ്രഭുവിനോട് പറയും ഹരിസുദ്ധൻ പ്രഭു വന്നതുകൊണ്ട് ആളുകളൊക്കെ ഇല്ലാതെയായി, അവര് ക്യൂസൊക്കെ പറഞ്ഞ് ഓടിപ്പോയി എന്നുള്ളത്. ഞാൻ ചെയ്യുന്നില്ല പ്രഭു, സോറി. ഇതുപോലെ ഇന്ന് രാവിലെ ഓരോ ആൾക്കാരായിട്ട് സ്ലോഗൻ വായിക്കാൻ വിളിച്ചായിരുന്നു. അപ്പൊ ഇങ്ങനെ പേര് വെച്ച് വിളിച്ചപ്പോ രണ്ടുപേരങ്ങ് ലെഫ്റ്റ് അടിച്ചു. അപ്പൊ ഞാൻ ലെഫ്റ്റ് അടിച്ച ആളുടെ പിറകെ പോയിട്ട് പറഞ്ഞു എന്ത് പറ്റി ലെഫ്റ്റ് ആയി? അത് ഇങ്ങനെ ശ്ലോകം വായിക്കാൻ ഞാൻ വരാൻ കേൾക്കാം, പക്ഷെ ശ്ലോകം വായിക്കാൻ പറയരുതെന്ന് പറഞ്ഞു. അതാണ് പറ്റി, അതാ പേടി. അതാണ് അത് പേടിയല്ല പ്രഭു, അത് അവരെ നമ്മൾ പ്രാപ്തരാക്കിയിട്ടില്ല ആ ശ്ലോകം വായിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഫോൾട്ടാണ്, അത് അവരുടെ ഫോൾട്ട് അല്ല. അവിടെ നമ്മളാണ് തെറ്റുകാര്. നമ്മളെന്ന് പറഞ്ഞാൽ ആദികർത്ത പ്രഭുവും അതേമാതിരി പരിശുദ്ധൻ പ്രഭു എന്നുണ്ടെങ്കിൽ പരിശുദ്ധൻ പ്രഭുവിന്റെയും തെറ്റാണത്. നമ്മൾ അവരെ ഒരു ശ്ലോകം ചൊല്ലിക്കുകയാണെങ്കിൽ ആ ശ്ലോകം ചൊല്ലുമ്പോൾ അവരുടെ നിന്ന് കേട്ട് മനസ്സിലാക്കണം ഇവരെങ്ങനെയാണ്, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലണം. പ്രത്യേകിച്ച് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചെല്ലാൻ മുന്നോട്ട് വരും. അപ്പൊ ഈ പേടി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ആ പേടി ഇല്ലാതെ ആക്കിയിട്ട് പ്രവർത്തിക്കണം നമ്മളെല്ലാവരും. സ്കൂളില് പഠിച്ച സമയത്ത് ഇങ്ങനെ പഠിച്ചിട്ടില്ല. ഗാർഹിക പീഡനം രാവിലെ വെളുപ്പാങ്കാലത്ത് അടിച്ചെണീപ്പിച്ചിട്ട് 3 മണിക്ക് കുളിച്ച് നമ്മളെ പീഡിപ്പിക്കുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദ്യം. ഓഹോ, അങ്ങനെയാണോ? ഈ പീഡനം ഭഗവത് പ്രേമയ്ക്ക് വേണ്ടിയിട്ടുള്ള പീഡനമാണ്, സാധാരണ നോർമൽ പീഡനമല്ല. ഗാർഹിക പീഡനമൊക്കെ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടി തൊഴി ഇതൊക്കെ കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ഭൗതികമായിട്ട് ഭയങ്കര വേദന ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഭൗതികമായിട്ടുള്ള വേദനകൾ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഭൗതിക വേദന കുറച്ച് സഹിച്ചു കഴിഞ്ഞാല് നമുക്ക് ആത്മീയ ആനന്ദം കിട്ടും. ഈ ആത്മീയ ആനന്ദം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഒരു ഗൃഹസ്ഥനാണ്, ഒരു ഭാര്യയാണ്, അമ്മയാണ്. പക്ഷെ ഇത് താത്കാലികമാണ്. നമ്മള് ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ഞാൻ ഒരല്പം നിങ്ങളെ തന്നെ ജസ്റ്റ് ബേസിക് പറയാനായിട്ടോ നമുക്ക് ഭക്തിരസാമൃത ചിന്തയിലേക്ക് പോകാം. പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാച്ചിട്ടാണ്. അപ്പോ ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ട്, സുന്ദരികളായിട്ടുള്ള ഭാര്യമാരുണ്ട്. നല്ലൊരു രാജാവാണ്. രാജാവ് എന്ന് വെച്ചാൽ വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. എന്താ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ എന്റെ കാലശേഷം എന്റെ ഈ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത്, ആരാണ് എന്റെ പിന്തുടർച്ചാവകാശി, എനിക്ക് അങ്ങനെ ഒരാള് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്കീര ഋഷിയും നമ്മുടെ നാരദ മുനിയും ആ വഴി പോകുന്നത്. അപ്പൊ ഈ രണ്ടുപേരെയും വളരെ
സന്തോഷത്തോടു കൂടിയിട്ട് വരവേൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു നമ്മുടെ ചിത്രകേതു മഹാരാജ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ദുഃഖം കണ്ടിട്ട് അംഗീറ ഋഷി ചോദിച്ചു, എന്തേ മുഖത്തൊരു ദുഃഖമുണ്ടല്ലോ, എന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു രാജാവാണ്, എനിക്ക് ഒന്നിന്റെയും ഒരു കുറവില്ല, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ ഒരേ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു പിന്തുടർച്ച അവകാശിയില്ല. ഞാനിന്ന് എന്താ ചെയ്യേണ്ടത്, അതെന്നെ വളരെയധികം അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ രാജാവ് പറഞ്ഞു, അംഗീറ ഋഷി പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങോട്ട് പൊക്കോട്ട്, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഈ ദുഃഖം മാത്രമേ ഇപ്പോഴുള്ളൂ. ഇനി നിങ്ങൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കളിൽ നിന്നും ഒരുപക്ഷെ ദുഃഖം കിട്ടിയേക്കാം. അപ്പോ നിങ്ങൾ ഇപ്പൊ പോകുന്നതിൽ തുറന്നു പൊക്കോളൂ, എന്താ കഷ്ടം എന്ന് ചോദിച്ചു. അല്ല, എനിക്കൊരു മകനെ തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അംഗീറ ഋഷി എന്തു ചെയ്യാണ്, ഒരു പഴം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ പഴം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കൂ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്ക് എന്ത് ചെയ്യാണ്, ഈ പഴം കൊടുക്കുകയാണ്. അവര് ഗർഭിണിയാകുന്നു, ഒരു ഉണ്ണി പിറക്കുന്നു. നല്ല ഒരു ഉണ്ണിയാണ് പറഞ്ഞത്. രാജാവ് അതിയായ സന്തോഷത്തില് തന്റെ രാജ്യത്തെ പ്രജകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫ്രീയാ ചെയ്തു കൊടുത്തു. സന്തോഷം അല്ലതല്ലി നിൽക്കുകയാണ് രാജകൊട്ടാരത്തില്. പക്ഷേ രാജാവിന്റെ മറ്റു ഭാര്യമാർക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനോടും ഈ കുഞ്ഞിന്റെ അമ്മയോടും വളരെയധികം അസൂയ ഉണ്ടായി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ അസൂയയുടെ കാരണം എന്താണ്? ആഗ്രഹം. അതായത് ബുദ്ധിയില്ലായ്മ എന്ന് കൂടെ പറയാം നമുക്ക്. അപ്പൊ ഈ ആഗ്രഹം കൊണ്ട് അസൂയ ഉണ്ടാവുന്നു. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു, അവിദ്യ. പെർഫെക്റ്റ്. അപ്പൊ അവിദ്യയാണ് ഈ അസൂയക്ക് കാരണമാകുന്നത്. അവിദ്യ, പിന്നെ ആഗ്രഹം, പിന്നെ അസൂയ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവർക്ക് ഈ കുട്ടിയോടും ആ രാജ്ഞിയോടും വളരെയധികം എന്തുണ്ടാവുകയാണ്, ദേഷ്യമുണ്ടാകുന്നു. കുട്ടി വളർന്നു വന്നു. കുട്ടി ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴ് മറ്റ് രാജ്ഞിമാര് ഈ കുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഈ കുട്ടിക്ക് പോയസം കൊടുത്തിട്ട് വിഷം കൊടുത്ത് ഈ കുട്ടിയെ കൊല്ലുന്നു. ഈ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴ് ചിത്രകേതു മഹാരാജിന് വന്ന ആ വിഷമം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അദ്ദേഹം അല്ല വിഷമത്തില് എന്താ ചെയ്യുന്നത് അറിയാതെ വിഷമം അദ്ദേഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയധികം വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരേ ഒരു മകൻ, ഇത്രയും കാലം താമസിച്ചിരുന്ന് കിട്ടിയൊരു മകൻ, ആ മകനും തന്നെ വിട്ടുപിരിഞ്ഞു പോയല്ലോ. എന്തൊരു കഷ്ടം, അഹോ കഷ്ടം, ഭയങ്കര കഷ്ടം. അഹോ ദുഃഖം മഹാദുഃഖം, ദുഃഖതരം യതഃ കാചാർത്ഥം വിസ്മൃതം ഹരേർനാമൈവ കേവലം. അഹോ ദുഃഖം മഹാദുഃഖം, എന്തൊരു ദുഃഖമാണത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദുഃഖമാണ്. അഹോ ദുഃഖം മഹാദുഃഖം, ദുഃഖതരം യതഃ. അപ്പോ മഹാദുഃഖമാണത്. പക്ഷെ എന്താണ് ഈ ദുഃഖം ഉണ്ടാവാൻ കാരണം? കാചാർത്ഥം വിസ്മൃതം രത്നം ഹരേർനാമൈവ കേവലം. കേവലാഷ്ടകത്തിലുള്ളതാണ്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ആ ഡയമണ്ട് നമ്മൾ മറന്നു. അതിന്റെ കാരണമായിട്ടാണ് നമുക്ക് മഹാദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അഹോ ദുഃഖം മഹാദുഃഖം, ദുഃഖതരം യതഃ കാചാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് വിസ്മൃതം രത്നം. കാചാർത്ഥം വിസ്മൃതം രത്നം, ആ ഡയമണ്ട് നമ്മള് മറന്നുപോയി. എന്താണ് ആ ഡയമണ്ട്? ഹരേർനാമൈവ കേവലം, ഹരിനാമം എന്ന് പറഞ്ഞ ആ ഡയമണ്ടിനെ നമ്മൾ മറന്നു വെച്ചത് കൊണ്ട് നമ്മളിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു.
അപ്പൊ ഇവിടെ ചിത്രകേതുവിന് കുട്ടിയുണ്ടായപ്പോൾ ആ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനാണ് നോക്കിയിരുന്നത്. സദാസമയവും ഈ രാജ്ഞിയുടെ കൂടെയും കുട്ടിയുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്തു. മറ്റ് രാജ്ഞിമാർക്ക് അദ്ദേഹം പരിഗണന കൊടുത്തില്ല. അങ്ങനെ ആ രാജ്ഞിമാർ എന്ത് ചെയ്യാണ്? ആ രാജ്ഞിമാര് ആ കുട്ടിക്ക് വിഷം കൊടുത്ത് ആ കുട്ടീനെ കൊല്ലുകയാണ്. ആ കുട്ടിയുടെ ശരീരം നോക്കിക്കൊണ്ട് ചിത്രകേതു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ സമയത്ത് വീണ്ടും അവിടെ അംഗീര ഋഷിയും നാരദമുനിയും വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് നീ നിനക്ക് നിനക്ക് ദുഃഖമുണ്ട്, പക്ഷെ തീവ്രമായിട്ടുള്ള ദുഃഖം നീ അനുഭവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ ചിത്രകേതു. ഇപ്പൊ നീ അനുഭവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ മകനാണ്, ഞാൻ എന്താണ് ചെയ്യുക? അതെല്ലാം ശരിയാണ്, ഇതെന്റെ മകനാണ്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോ അംഗീര ഋഷി എന്ത് ചെയ്യുകയാണ്? ആ മരിച്ചു കിടക്കുന്ന കുട്ടീനെ എണീപ്പിക്കുകയാണ്. നിന്റെ അച്ഛന് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, ഏത് ജന്മത്തിൽ അച്ഛനാണ് എന്നോട് സംസാരിക്കേണ്ടത്? ഏത് ജന്മത്തിലെ അച്ഛനാണ് എന്നോട് സംസാരിക്കേണ്ടത്? ഞാൻ ഒരുപാട് ജന്മം എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 84 ലക്ഷം ജീവജാലങ്ങളുടെ യോനിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ജലജാനവലക്ഷാണി സ്ഥാവരലക്ഷവിംശതി ക്രമയോ രുദ്രസംഖ്യാഹാം എന്ന് പറഞ്ഞ് 84 ലക്ഷം ജീവജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 84 ലക്ഷം ജീവജാലങ്ങളുടെ യോനിയിലൂടെ വന്നിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഏത് ജന്മത്തിൽ അച്ഛനാണ് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മള് ഒരുപാട് ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. ഒരുപാട് ജന്മത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ കർമ്മഫലങ്ങളെല്ലാം ഇപ്പോ അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ആ കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ചിത്രകേതുവിന് കഷ്ടമുണ്ടായി. ആ കുട്ടി എണീറ്റിരുന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചിത്രകേതുവിന് കാര്യം മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭക്തി ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്തി 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 ഇത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? നശ്വരമാണ്, എല്ലാം നശിച്ചു പോകുന്നതാണ്. ഭക്തി മാത്രം. സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ, നമ്മൾ കുറച്ച് ഭക്തി ചെയ്തെങ്കിൽ പോലും ആ ഭക്തി നമ്മുടെ കൂടെ തന്നെ വരും. അപ്പൊ നമ്മള് ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ചില വീട്ടിലെ കുട്ടികൾ ഭഗവത് ഭക്തിയിലേക്ക് വരുമ്പോൾ അവരെല്ലാം സിൽവർ സ്പൂണ് വെച്ചുകൊണ്ട് വായിൽ വെച്ചുകൊണ്ട് ജനിച്ച കുട്ടികളാണ്. പക്ഷെ അവരതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ വരുന്നു. കാരണം എന്താണ്? അവര് ഭക്തി ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിന്റെ ബാലൻസ് ചെയ്ത് മുഴുമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭഗവാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ എന്ത് ചെയ്യുന്നു? ജന്മം കൊടുക്കുന്നു. അപ്പൊ നമ്മളും ഭക്തി പതുക്കെ പാതി ഭക്തിയാണ് ചെയ്തിട്ടുള്ളത്, മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്രാഹ്മണ കുലത്തിലോ ഭക്തി ചെയ്യാൻ സാഹചര്യമുള്ള ഒരു ബ്രാഹ്മണ കുലത്തിലോ അല്ലെങ്കിൽ ഭക്തി ചെയ്യാൻ സാഹചര്യമുള്ള ഒരു ധനിക കുടുംബത്തിലോ നമുക്കും ഭഗവാൻ ഒരു ശരീരം തന്ന് നമ്മുടെ ഭക്തി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ആ ഭക്തി രസം നമ്മൾ അനുഭവിച്ചില്ല. ആ ഭക്തി രസം അനുഭവിച്ചു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഭക്തി തീവ്രമായിട്ടല്ല, തീവ്രേണ ഭക്തിയോഗേന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭക്തിയോഗം തീവ്രമായിരിക്കണം. അങ്ങനെ തീവ്രമാകുമ്പോഴാണ് നമ്മള് അനർത്ഥങ്ങളെല്ലാം ഇല്ലാതെയാക്കിയിട്ട് പ്രേമഭക്തി നുകരാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മള് ആദോ ശ്രദ്ധ തതോ സാധു സംഘോധ ഭജന ക്രിയ
തതോ അനർത്ഥ നിർവൃതി സ്യാത് തതോ നിഷ്ഠ രുചിസ്തഥാ അതാസക്തിസ്തതോ ഭാവ തഥാ പ്രേമാഭിദ്യുഞ്ചതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. ഈ 9 സ്റ്റേജുകൾ പ്രാരംഭ ഭക്തന്മാർക്ക് അനിവാര്യമാണ്. പ്രാരംഭ ഭക്തന്മാർ ഈ 9 സ്റ്റേജ് വഴി പോകുമ്പോൾ നിങ്ങൾക്കും ഉറക്കമില്ലായ്മ വരും. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭക്തിയിലായിരിക്കുന്നത് കൊണ്ട്, ഭക്തി രസം നുകരുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയൊരു രസം വേറെ ഇല്ല. ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള നമ്മുടെ സംസ്ഥാപകാചാര്യൻ, അദ്ദേഹം ഉറങ്ങുന്നത് 2 മണിക്കൂർ നേരമാണ് ദിവസം. അദ്ദേഹത്തിന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 12 മണിക്കാണ്. അദ്ദേഹം രാത്രി 12 മണിക്ക് എണീറ്റിട്ട് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിയായി തന്നിരിക്കുന്നു. അപ്പൊ ഭക്തന്മാർക്ക് ഉറക്കം കുറവാണ്. എന്തുകൊണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രസത്തിലിരിക്കുന്നവരാണ്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ഭക്തിരസം നുകരാൻ പ്രാപ്തരാവണം. ആ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മളെ മാതിരിയുള്ള പ്രീച്ചേഴ്സ് ആവാൻ സാധിക്കും. ആരും ഈ പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചാപ്പ കുത്തിയിട്ട് വരുന്നവരല്ല, എല്ലാം സ്റ്റാമ്പ് ചെയ്തിട്ട് വരുന്നവരല്ല പ്രീച്ചേഴ്സ്. ഇതെല്ലാം കേട്ട് പഠിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് എൻജോയ് ചെയ്തിട്ട് വരുന്നവരാണ്. നിങ്ങളെ മാതിരിയുള്ള ഭക്തന്മാർ തന്നെയായിരുന്നു നമ്മളും. നമ്മൾ ആരും പറക്കുമ്പോൾ നല്ല ഭക്തനായിട്ട് പറഞ്ഞവരല്ല. പക്ഷേ ഈ സാധനാ ഭക്തിയിലൂടെയും അതേമാതിരി മറ്റു ഭക്തന്മാരുടെ സംഘത്തിലൂടെയും ഇത് മനസ്സിലാക്കിയിട്ട്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് നമ്മളെല്ലാവരും. ഞങ്ങളെല്ലാവരും ആരൊക്കെയാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്, ഇവരെല്ലാവരും നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരാളുമല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവര് ഭക്തിയിൽ താഴെ പോകുന്നു എന്നാണ് അർത്ഥം. ഇത് ആ ചോദ്യം ചോദിച്ചതിന് മറുപടിയായി എന്തെങ്കിലും കൂടുതൽ പറയാണോ? ഹരികൃഷ്ണ പ്രഭുജി, ചോദിച്ചോട്ടെ. ഹരികൃഷ്ണ പ്രഭുജി, എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഉപമ കൂടെ പറയട്ടെ പറയണം. അതിന്റെ കൂടെ. അതായത് നമ്മള് ആകാശത്തിൽ ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറിയിരുന്ന് പോവുകയാണ്. താഴെ ഉറുമ്പഴയുന്നത് പോലെ വണ്ടികളും ബിൽഡിങ്ങുകളും എല്ലാം ഇങ്ങനെ നമുക്ക് പോകുന്നതാണ്. നമുക്ക് മനസ്സിലാവുന്നില്ല അകത്ത് താഴെ എന്താ നടക്കുന്ന, അല്ല എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ആ എയർ പ്രഷറിനെ കവർ ചെയ്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ ഫ്ലൈറ്റ് താഴോട്ട് വരും. അപ്പൊ നമുക്ക് താഴെയുള്ളത് ക്ലിയറായി വരും എന്ന് പറയുന്നില്ല. ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ആണ് നമുക്ക് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ആചാര്യന്മാരും തന്നിരിക്കുന്നത്. അത് അവരിൽ നിന്നും നമുക്കത് ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ പൊസിഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലായി വരുമ്പോൾ നമുക്ക് നമ്മൾ ആരാണെന്നുള്ള ഭാവം നമ്മളിൽ വരും. കാരണം നമ്മൾ ഇതുവരെ ആരായിരുന്നു, ഭക്തനാണ്. പക്ഷേ നമ്മൾ ഗ്രന്ഥത്തിൽ കൂടി പഠിച്ചു വരുമ്പോൾ നമ്മൾ താഴോട്ട് നമ്മുടെ പൊസിഷൻ താഴോട്ട് വന്നിട്ട് ഒരു പുല്ല് പോലെ നമ്മൾ, കാരണം വിനാനിതനായ പുല്ല് പോലെ നമുക്ക് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തി കിട്ടുള്ളൂ, യഥാർത്ഥ ഭക്തി കിട്ടുള്ളൂ. അപ്പോഴേ ഭഗവാനെ അറിയുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. വളരെ നല്ലൊരു ഉപമയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മള് ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ശിക്ഷാഷ്ടകത്തില്. എന്താണ് സരോരപി സഹിഷ്ണുന അമാനിന മാനതേന കീർത്തനീയ സദാഹരി. എന്നെ വേണമെങ്കിൽ ആളുകൾ, ഒരുപാട് ആളുകൾ, നമ്മൾ പ്രീച്ചേഴ്സ് ആണെങ്കിൽ കൂടി നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മൾ കുറ്റം പറയുന്നവരുണ്ട്. നമ്മളത് ഇതുകൂടെ കേട്ടിട്ട് ഇതുകൂടെ വിടും. നമുക്കതൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കാരണം നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ആരും തെറ്റില്ലാത്തവരില്ല. ടു എർ ഈസ് ഹ്യൂമൻ. ഒരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷില്, ഒരു ഇംഗ്ലീഷിലെ പഴഞ്ചൊല്ല്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
തെറ്റ് ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ വരുമായിരുന്നില്ല, നമ്മളെല്ലാവരും ഭഗവാന്റെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തെറ്റ് ചെയ്തത് കൊണ്ടാണ്. വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവനാണ് ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തു, നമുക്ക് ഈ ഭൗതിക ശരീരം ലഭിച്ചു, ഇനി എനിക്ക് ഈ തെറ്റ് ചെയ്യേണ്ട, ഇനി എനിക്ക് ആത്മീയ ലോകത്തിലേക്ക് പോകണം, അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ഹരിശൂദൻ ദാസ്, ആദികർത്ത, അതേമാതിരി ഓരോരോ വ്യക്തികളിലും ഈ ക്ലാസ്സിലിരിക്കുന്നവര് എല്ലാവരിലും തെറ്റുകളുണ്ട്. നമ്മൾ ആ തെറ്റുകളെയല്ല കാണേണ്ടത്. തെറ്റില്ലാത്ത മനുഷ്യനല്ല. പക്ഷെ തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എന്തുണ്ടാവും? ഒരു ചെറിയ മുറിവുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭക്തി പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. നിർമ്മലമായിട്ടുള്ള ഹൃദയത്തിൽ മാത്രമേ ഭഗവാൻ വന്ന് കുടികൊള്ളുള്ളൂ. ഭഗവാൻ പറയുന്നുണ്ട്, പ്രവിഷ്ട കർണരന്ധ്രേണ. ഭഗവാൻ നമ്മുടെ കർണത്തിലൂടെ, നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ദുനോതി ശമലം കൃഷ്ണ, ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ ക്ലീൻ ചെയ്യും അദ്ദേഹം. പക്ഷെ ക്ലീൻ ചെയ്യാൻ, അവിടെ എൻ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഭഗവാനെ നമ്മുടെ കാതിലൂടെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. അപ്പൊ മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ശരീരത്തിനെ, അല്ല നമ്മുടെ ഹൃദയത്തിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. ഒരുപാട് ആളുകളുണ്ട്, വർഷങ്ങളോളായി അവർ നാമജപം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആനന്ദം കിട്ടുന്നില്ല. ചിലവര് നന്നായിട്ട് ആനന്ദത്തിൽ അനുഭവിക്കുന്നു. വ്യത്യാസം എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കുന്നത്, അത് മാത്രമാണ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ തെറ്റുകളില്ലാത്ത ആരുമില്ല. ആ തെറ്റുകളെ കാണാതിരിക്കാൻ ശ്രമിക്കുക. അവരുള്ള നല്ല ഗുണങ്ങളെ മാത്രം നമ്മൾ എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരാളോടും വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാവില്ല. ഭക്തിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. നമ്മൾ സന്തോഷത്തോടെ, ഇപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു കുത്തുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കാണുമ്പോൾ വിഷമം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആദികർത്ത പ്രഭുവിനോട് എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആദികർത്ത പ്രഭുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിനെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നേരെ മറിച്ച് ആദികർത്ത പ്രഭുവിൽ നല്ല ഗുണങ്ങൾ മാത്രം കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും, നിങ്ങൾ ഓരോരോ ഭക്തന്മാരെയും എനിക്ക് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളിൽ കുറ്റങ്ങളില്ല, കുറ്റങ്ങൾ എന്നിലാണ്. നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഞാനാണ് കുറ്റവാളി എന്നുള്ള ചിന്ത നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ ഭക്തന്മാരായി തീരാൻ സാധിക്കും. ഹരേ കൃഷ്ണ.